എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഏപ്രിൽ മാസം അവസാനിക്കാൻ പോവുകയാണ്. ഏപ്രിൽ മാസം അവസാനിക്കുമ്പോഴും മെയ് മാസം ആരംഭിക്കുമ്പോഴും റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. റേഷൻ കടയിലൂടെ വീണ്ടും ചില സാധനങ്ങൾ കൂടി ലഭ്യമാവാൻ പോവുകയാണ്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്ത മാസം മുതൽ റേഷൻ കടകളിൽ നിന്നും മണ്ണെണ്ണ ലഭിക്കുമെന്നാണ് വിവരം. എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ച് വരുന്നത് കൊണ്ട് തന്നെ വൈദ്യുതീകരിച്ച വീടുകൾക്ക് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും പ്രതിമാസം 1 ലിറ്റർ മണ്ണെണ്ണ നൽകി വന്നിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് മാത്രമാക്കി നൽകിയിരുന്നു. പിന്നീട് അത് 3 മാസത്തിൽ ഒരു തവണയായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ പുതിയ കണക്ക് പ്രകാരം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും മണ്ണെണ്ണ ലഭിക്കും എന്നുള്ളതാണ് വിവരം. മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് 4 മുതൽ 5 വരെ മൊത്ത വിതരണക്കാർ ഓരോ താലൂക്കിലും പ്രവർത്തിച്ചിരുന്നു എങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറച്ചതുകൊണ്ട് പലരും പിന്മാറിയിരുന്നു. 1 വർഷത്തിലധികമായി മണ്ണെണ്ണ വിതരണം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ധനം നിറക്കുന്ന ബാരലുകൾ തുരുമ്പ് പിടിച്ച് ഉപയോഗശൂന്യമായിരിക്കുകയാണ്. മണ്ണെണ്ണയും പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി സൗകര്യം വേണമെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് മൂലം ചെറുകിട ഗൂഡ്സ് കാരിയർ വാഹനങ്ങളും മണ്ണെണ്ണ ലോഡ് കയറ്റാൻ തയ്യാറാകുന്നില്ല. ഭക്ഷ്യധാന്യങ്ങളും പഞ്ചസാരയും സ്റ്റോക്ക് എടുക്കുന്നത് പോലെ മണ്ണെണ്ണയും വാതിൽപ്പടി വിതരണം നടത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്തായാലും റേഷൻ കടകളിലൂടെ എല്ലാ റേഷൻ കാർഡുള്ളവരുടെയും മണ്ണെണ്ണ പുനഃസ്ഥാപിക്കുന്നു എന്നുള്ള ആശ്വാസമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ ഉടനെ അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡ് ഗുണഭോക്താക്കൾ ഈ മാസം കൂടി റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ അവരെ പൊതുവിഭാഗമായിട്ടുള്ള വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ PDS വെബ്സൈറ്റിൽ കയറിയാൽ ഇങ്ങനെ പുറത്താക്കിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, LDF സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ എത്തിച്ച ഭക്ഷ്യക്കിറ്റ് വീണ്ടും സർക്കാർ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന നിലമ്പൂരിലാണ് ഭക്ഷ്യക്കിറ്റ് LDF ഭരണമുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ വിവാദമായിട്ടും ഉണ്ട്. ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭക്ഷ്യ പദ്ധതിയുമായി LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭ 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും മാസവും ഭക്ഷ്യക്കിറ്റ് സൗജന്യമായി വീട്ടിൽ എത്തിക്കാനാണ് പദ്ധതി. സംസ്ഥാന സർക്കാർ പരീക്ഷിച്ചു വിജയിച്ച വോട്ട് തട്ടാനുള്ള കിറ്റ് തന്ത്രം ഇടതുമുന്നണി നിലമ്പൂരിലും ആവർത്തിക്കുന്നു എന്ന് UDF ആരോപിച്ചു. 60 വയസ്സ് പിന്നിട്ട ഓരോരുത്തരും കണ്ടെത്തി അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കും ഭക്ഷ്യക്കിറ്റ് വീട്ടിലെത്തിക്കുക. അർഹമാരായവരെ കണ്ടെത്താൻ ആശാ വർക്കർമാരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. കണക്ക് കിട്ടിയാൽ ചിലവ് കണക്കാക്കി നഗരസഭ ഫണ്ട് അനുവദിക്കും. ഇതുകൂടാതെ 1ാം ക്ലാസ്സിൽ പുതുതായി ചേരുന്ന കുട്ടികൾക്കുള്ള കിറ്റ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെത്തിക്കും. ഉപതെരഞ്ഞെടുപ്പ് വാതിൽപ്പടി എത്തി നിൽക്കെ LDF ഭരിക്കുന്ന നഗരസഭയുടെ കിറ്റ് പ്രഖ്യാപനത്തിൽ UDF അപകടം മുന്നിൽ കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെ UDF LDF തർക്കങ്ങളിലേക്ക് കിറ്റും കൂടി വിഷയമാകുന്നു എന്നുള്ളതാണ് ഇതോടെ ഉറപ്പായിട്ടുള്ളത്. നിലവിൽ LDFന്റെ കയ്യിലായിരിക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം PV അൻവർ MLA രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഏത് വിധേയനെയും അൻവർ പോയ ക്ഷീണം മറികടക്കുക, മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് LDF ലക്ഷ്യം വെക്കുന്നത്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.